ഇവാൻ ആശാൻ ഈ ഒരു ടീമിൽ എന്തായിരുന്നു എന്നെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു സ്റ്റാറ്റ് പുറത്ത് വന്നപ്പോഴാണ്. അതായത് നമ്മൾ 11 ഹോം മാച്ചസ് കഴിഞ്ഞ സീസണിൽ കളിച്ചു, അതിൽ നമുക്ക് 3 തോൽവിയാണ് ഉണ്ടായത്. ഇപ്പോൾ വെറും 6 മാച്ചസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് 4 തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്. സോ എന്താണ് നമ്മുടെ അവസ്ഥ? അതായത് നമ്മൾ വിചാരിച്ചിരുന്നൊരു അപ്ഗ്രേഡ് കോച്ചിന് വേണ്ടിയാണ്, അതായത് ഇവാൻ ആശാനെക്കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു കോച്ചിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. ബട്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കൊണ്ടുവന്ന് ഭയങ്കര ഡൗൺ ഗ്രേഡഡ് ആയിട്ടുള്ളൊരു കോച്ചിനെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സ് എല്ലാം ബെസ്റ്റാണ്, അതിലൊരു സീനും ഇല്ല. ബട്ട് നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് യങ് ടാലൻസാണ്, അവർ ഫ്യൂച്ചർ നല്ല ടോപ്പ് ലെവലിലേക്ക് പോകുന്ന പ്ലേയേഴ്സാണ്. ബട്ട് ഇപ്പോൾ അവരുടെ ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. പിന്നെ കോച്ചിൻ്റെ കാര്യം ഞാൻ പറയേണ്ടായാലും ഒരു സാക്കഡ് കോച്ചിനെയാണ് പിടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്, എവിടുന്ന് കിട്ടിയെന്നറിയില്ല. സോ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം, മാനേജ്മെൻറ്റ് പ്രശ്നം ഇതാണ്. എവിടെയെങ്കിലും ഒരിടത്ത് ശരിയായി കഴിഞ്ഞാൽ ഒരിടത്ത് കൊണ്ട് കുളമാക്കും, അത് എപ്പോഴും ഉള്ളൊരു പരിപാടിയാണ്. സോ എന്തായാലും ഒരു ബാലൻസ് നമുക്ക് വേണം. സോ ഇവാൻ ആശാൻ തിരിച്ചു വരണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമുക്ക് ഏത് കമൻറ്റ് ബോക്സിൻ്റെ ഏതിനടിയിൽ നോക്കിയാലും ഇവാൻ ആശാൻ തിരിച്ചു വരണമെന്നാണ്. സോ എന്തായാലും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.